ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ. സോ മക്കളെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ +1 സെക്കൻഡ് ചാപ്റ്ററിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ സെക്കൻഡ് ചാപ്റ്ററിൽ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഇങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക എന്താണ് സോഫ്റ്റ്വെയർ എന്നുള്ളത്, അല്ലെ? എന്താണ് സോഫ്റ്റ്വെയർ, എന്തൊക്കെയാണ് സോഫ്റ്റ്വെയറിന്റെ ക്ലാസിഫിക്കേഷൻസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ടോപ്പിക് ഇന്ന് പഠിച്ചു പോകും എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എന്താണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം, അല്ലേ? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാം ആണ്. എന്തിനു വേണ്ടിയിട്ട്? ടു ഹെൽപ്പ് us ടു യൂസ് ദ കമ്പ്യൂട്ടർ ആൻഡ് അതർ ഇലക്ട്രോണിക് ഡിവൈസ് എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി, അല്ലെ? ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയറിനെ മെയിൻലി നമ്മൾ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്, രണ്ടാമത്തേത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അല്ലെ? ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടും രണ്ടാമത്തത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ട് രണ്ട് രീതിയിലാണ് ഇതിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫൈനലി ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നുള്ളത്, അല്ലെ? എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ കൺട്രോളിംഗ് ദ ഓപ്പറേഷൻസ് ആൻഡ് മൂവ്മെന്റ് ഓഫ് ഡാറ്റ, അല്ലെ? ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ ഓപ്പറേഷന് വേണ്ടിയിട്ടും അതിലെ ഡാറ്റ ഇൻ ആൻഡ് ഔട്ട് മൂവ്മെന്റിന് വേണ്ടിയിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് എന്ത് എന്ന് പറയുന്നത്, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്, അല്ലെ? അഥവാ ഒരു എൻറ്റയർ സിസ്റ്റത്തിനെ, കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാനും എന്തൊക്കെ പെർഫോമൻസ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സിസ്റ്റം സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മൾ മെയിൻലി 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് അഥവാ 3 കോമ്പോണന്റുകളാണ് ഇതിനുള്ളത് എന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. എന്തൊക്കെയാണ് ആ 3 കോമ്പോണന്റ്സ്? ഒന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും, OS അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ പൊതുവെ പറയുന്നതാണ്. രണ്ടാമതായിട്ട് വരുന്നതാണ് ലാംഗ്വേജ് പ്രോസസർ എന്ന് പറയും. മൂന്നാമതായിട്ട് പറയുന്നതാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്നുള്ളത്. ഓരോന്നും എന്താണ് എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്തു പോവാം. സോ ഫസ്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോട്ട് പോവാണ്, അല്ലെ? എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം ദാറ്റ് ആക്ട് ആസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ഡിവൈസ്, അല്ലെ? ഒരു യൂസറും ഡിവൈസും തമ്മിലുള്ള ഇന്റർഫേസ് നമ്മളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന, അല്ലെ? ഒരു ഡിവൈസിന്, അതുപോലെ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, അല്ലെ? ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യിക്കുന്ന, അല്ലെ? അല്ലെങ്കിൽ അതിന് തമ്മിൽ ഇടയിൽ ഇന്റർഫേസ് ആയിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റമാണ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് എന്ത് എന്ന് പറയുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെ? ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മെയിൻലി 4 ഫംഗ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോസസ് മാനേജ്മെന്റ് ആണ്, അല്ലെ? എന്ത് ഡാറ്റയാണ് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തരേണ്ടത്, അല്ലെങ്കിൽ എന്ത് ഡാറ്റയാണ് ഡി അലോക്കേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡാറ്റകളാണ് പ്രോസസ് ചെയ്യേണ്ടത്, എവിടേക്കാണ് ഷെഡ്യൂൾ ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്, നമ്മുടെ പ്രോസസ് മാനേജ്മെന്റ് ആണ്. രണ്ടാമതായിട്ട് വരുന്നത് മെമ്മറി മാനേജ്മെന്റ്, അല്ലെ? എൻറ്റയർ ഡിവൈസിന്റെ മെമ്മറി, എത്ര മെമ്മറി യൂസ്ഡ് ആണ്, എത്ര മെമ്മറി ഫ്രീഡ് ആണ്. ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോൺസിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എത്ര GB യൂസ്ഡ് ഫോർ ഫോട്ടോസ് ആണ്, എത്ര യൂസ്ഡ് ഫോർ വീഡിയോസ് ആണ്, എത്ര യൂസ്ഡ് ഫോർ ആപ്ലിക്കേഷൻസ് ആണ്. ഇങ്ങനെ കംപ്ലീറ്റ് ഡാറ്റകൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, വളരെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. സോ ഇതുള്ളത് എന്തുകൊണ്ടാണ്, ഈ ഒരു പ്രോസസ് മാനേജ്മെന്റ് ഉള്ളത് കൊണ്ടാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് കാണാൻ പറ്റുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് ഫയൽ മാനേജ്മെന്റ് ആണ്. ഓരോ ഡിവൈസുകളുടെയും ഫയൽ, അല്ലെ? ആ ഫയൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്, എന്ത് പേര് വെച്ചിട്ടാണ് അതിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്, ഏത് മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്, അങ്ങനെ എൻറ്റയർ കാര്യങ്ങൾ നമുക്ക് ഏത് ഉപയോഗിച്ച് കാണാൻ പറ്റും, ഫയൽ മാനേജ്മെന്റ് ഉള്ളതുകൊണ്ട് അറിയാൻ വേണ്ടി പറ്റും. ആൻഡ് ഫൈനലി പറയുന്നത് ഡിവൈസ് മാനേജ്മെന്റ് ആണ്. ഈ ഒരു കമ്പ്യൂട്ടറിനോട് നമ്മൾ മറ്റേതെങ്കിലും എക്സ്റ്റേണൽ ഡിവൈസുകൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ഈ ഒരു ഡിവൈസ് മാനേജ്മെന്റ്, അല്ലെ? അപ്പോൾ നമ്മൾ അഡീഷണൽ കീബോർഡ് യൂസ് ചെയ്യും, അഡീഷണൽ വെബ് ക്യാമറാസ് യൂസ് ചെയ്യും, മൈക്കുകൾ യൂസ് ചെയ്യും, ഇങ്ങനെ അഡീഷണൽ ഡിവൈസുകൾ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ഡിവൈസ് മാനേജ്മെന്റ് ആണ്. സോ ഈ ഒരു 4 ഫംഗ്ഷൻസ് ആണ് നമുക്ക് ഏതിന് വരുന്നത്, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വരുന്നത് എന്നുള്ളതാണ്. നമുക്ക് വിൻഡോസ്, ലിനക്സ്, ഉബുണ്ടു എന്നൊക്കെ കൊണ്ട് ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നമ്മുടെ കമ്പ്യൂട്ടേഴ്സിൽ വരുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ലാംഗ്വേജ് പ്രോസസ്സർ ആണ്, അല്ലെ? നമുക്കറിയാം പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് 3 തരം ലാംഗ്വേജസ് ആണ് നമുക്കുള്ളത്. മെഷീൻ ലാംഗ്വേജ് ഉണ്ട്, അസംബ്ലി ലാംഗ്വേജ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈ ലെവൽ ലാംഗ്വേജ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള യൂണറിയിലെ 01 വരുന്ന യൂണറി ബൈനറി നമ്പർ ആണ് എന്ത് എന്ന് പറയുന്നത്, ഈ ഒരു മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് നമ്മുടെ അസംബ്ലി ലാംഗ്വേജ്. അതായത് അസംബ്ലി ലാംഗ്വേജ് നമ്മൾ വളരെ ഷോർട്ട് ആയില്ലേ, ഇപ്പം അഡീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് എന്ന് വേണ്ടി യൂസ്, ഫോർ എക്സാമ്പിൾ കൊടുത്തിട്ടില്ലേ, സബ്ട്രാക്ഷന് വേണ്ടിയിട്ട് സബ് എന്ന് യൂസ് ചെയ്യും. ഇങ്ങനെ നെമോണിക് ഷോർട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത് എന്ന് പറയുന്നത്, അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി മൂന്നാമതായിട്ട് പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജാണ്. നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമുകൾ C++, ജാവ, HTML ഇതൊക്കെ നമുക്ക് ഏതിൽ വരുന്നതാണ്, ഹൈ ലെവൽ ലാംഗ്വേജസിൽ വരുന്നതാണ്. ഇതുപോലെ തന്നെ ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജിനെ മറ്റൊന്നിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്നത്. ലാംഗ്വേജ് പ്രോസസ്സറുകളും നമുക്ക് 3 എണ്ണമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് അസംബ്ലർ എന്ന് പറയും, രണ്ടാമത്തത് ഇന്റർപ്രറ്റർ എന്ന് പറയും, ആൻഡ് മൂന്നാമത്തത് കമ്പൈലർ എന്ന് പറയും.
ഇങ്ങനെ 3 തരത്തിലുള്ള ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ. അതിൽ ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുന്നത് അസംബ്ലർ ആണ്. വളരെ സിമ്പിൾ ആണ്. ഒരു അസംബ്ലി ലാംഗ്വേജിന് അല്ലേ, റിട്ടൺ ഇൻ അസംബ്ലി ലാംഗ്വേജിനെ എങ്ങോട്ട് മാറ്റാനാണ്, മെഷീൻ ലാംഗ്വേജിലോട്ട് മാറ്റാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, അസംബ്ലർ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇന്റർപ്രറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിന് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റാണ്. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് കമ്പൈലർ കൂടി നമുക്കുണ്ട്. എന്നാൽ കമ്പൈലറും ചെയ്യുന്നത് സെയിം പ്രോസസ്സാണ്, ഹൈ ലെവൽ ലാംഗ്വേജിന് മെഷീൻ ലാംഗ്വേജിലോട്ടാണ് മാറ്റുന്നത്. എന്നാൽ ഇവിടെ ഇന്റർപ്രറ്ററും കമ്പൈലറും തമ്മിലൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇന്റർപ്രറ്റർ ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും മാറ്റുന്നുണ്ടാവുക. ഓരോ ലൈന് വായിക്കും, അതിനെ മാറ്റും. സോ ഇതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അപ്പോഴാണ് നമ്മൾ കമ്പൈലർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. കമ്പൈലർ എന്താ ചെയ്യുന്നത്, എൻറ്റയർ പ്രോഗ്രാമിനെ സിംഗിൾ റണ്ണിൽ തന്നെ എന്ത് ചെയ്യും, റീഡ് ചെയ്യും. എന്നിട്ട് ഒരൊറ്റ ട്രാൻസ്ലേഷനിൽ തന്നെ നമുക്ക് എങ്ങോട്ട് മാറ്റും, മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും എന്നുള്ളതാണ്. സോ ഈ ഒരു 3 എണ്ണമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്നുള്ളത്. ആൻഡ് ലാസ്റ്റ് വൺ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ അല്ലെ. എന്താ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം യൂസ്ഡ് ഫോർ ദ മെയിൻ്റെനൻസ് ടാസ്ക് ഓഫ് ദി കമ്പ്യൂട്ടർ അല്ലേ. നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ വീടും ബിൽഡിംഗ് ഒക്കെ മെയിൻ്റെനൻസ് ചെയ്യാറുണ്ട് അല്ലേ. ഇപ്പോൾ വീട്ടിൽ പെയിന്റ് അടിക്കാറുണ്ട്, സ്ക്രൂ എടുത്ത് സ്ക്രൂ ഫിറ്റ് ചെയ്യാറുണ്ട്. ഇതേപോലെ കമ്പ്യൂട്ടറിന്റെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. നമുക്ക് മെയിൻലി ഇപ്പോൾ ഒരു 3-4 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കംപ്രഷൻ ടൂൾ എന്ന് പറയും, വലിയ ഫയൽസിനൊക്കെ കംപ്രസ് ചെയ്ത് ചെറുതാക്കാനും ചെറിയ ഫയൽസിനെ ഡീകംപ്രസ് ചെയ്ത് വലുതാക്കാനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, കംപ്രഷൻ ടൂൾ യൂസ് ചെയ്യാറുണ്ട്. രണ്ടാമതായിട്ട് പറയുന്നത് ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ ആണ്. ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയലുകളൊക്കെ റീഅറേഞ്ച് ചെയ്ത് ഒരു പ്രോപ്പർ ഓർഡറിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് ബാക്കപ്പ് സോഫ്റ്റ്വെയർ അല്ലെ. ബാക്കപ്പ് സോഫ്റ്റ്വെയർ നമുക്കറിയാം, നമ്മുടെ മൊബൈൽ ഫോൺസിലൊക്കെ ഇപ്പോൾ ബാക്കപ്പ് അവൈലബിൾ ആണ്. അഥവാ ഓൾറെഡി ഉള്ള ഡാറ്റിനെ ബാക്കപ്പ് ചെയ്ത് വെക്കുക, റിക്കവറിങ്ങിന് വേണ്ടിയിട്ട് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ. ആൻഡ് ഫൈനലി നമ്മൾ പഠിച്ചിട്ടുള്ള അറിയുന്ന ഒരു സാധനം തന്നെയാണ് ആന്റിവൈറസ് അല്ലെ. വൈറസ് എഫക്റ്റഡ് ആയിട്ടുള്ള ഫയലുകൾ ഒഴിവാക്കി കളയാനോ അല്ലെങ്കിൽ വൈറസ് കയറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ആന്റിവൈറസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞു, ഇതിനെ നമ്മൾ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലെ. 2 രീതിയിലാണ്, സിസ്റ്റം സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ആണ്. ഇവിടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇതിനെ നമ്മൾ 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് ജനറൽ പർപ്പസും രണ്ടാമത്തത് സ്പെസിഫിക് പർപ്പസും. ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഏതൊരാൾക്കും അവരുടെ ഏത് ആവശ്യങ്ങൾക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മൈക്രോസോഫ്റ്റിന്റെ PPT, വേർഡ്, എക്സൽ ഇതൊക്കെ കോമൺലി ഏതൊരാൾക്കും അവരുടെ ആവശ്യാനുസരണം യൂസ് ചെയ്യാം. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലുള്ള ജനറൽ പർപ്പസ് എന്ന് പറയും. എന്നാൽ സ്പെസിഫിക് പർപ്പസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ടാലി, ജീനിയോ, ഖാത്ത പോലുള്ള സോഫ്റ്റ്വെയർസ് അല്ലേ, അതൊക്കെ അക്കൗണ്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതുപോലെ ഒരു സ്പെസിഫിക് ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലുള്ള സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ എന്ന് പറയും. സോ ഇത്രയുമാണ് എന്ത് എന്ന് പറയുന്നത്, നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതിന്റെ ക്ലാസിഫിക്കേഷൻസ്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക, ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.